പ്രിയ വിദ്യാർത്ഥികളെ, പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു പേറോൾ കഴിഞ്ഞ ദിവസം ചെയ്തു നോക്കി. അതിൽ ഉൾപ്പെടാത്ത ചില ഏണിങ്സും ഡിഡക്ഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പേറോൾ കൂടി ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാണ്. PQR Limited wants to prepare a payroll statement for the month of November 2020. Salary details are given below. PQR ലിമിറ്റഡിൻ്റെ പേറോളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നവംബർ 2020 പേറോള്. അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് താഴെ പറയുന്നത്. ഇതിൽ എംപ്ലോയി നമ്പർ, നെയിം ഓഫ് എംപ്ലോയി, ബേസിക് പേ, ദെൻ ഗ്രേഡ് പേ. ഗ്രേഡ് പേ എന്ന് പറയുന്ന ഒരു ഏണിങ്സ് ആണ്. ഓരോ എംപ്ലോയീസിനും പ്രത്യേകം എമൗണ്ട് പറയുന്നുണ്ട്. ദെൻ ട്രാവലിംഗ് അലവൻസ് ആണ് TA, അതും ഒരു എംപ്ലോയിക്ക് മാത്രമാണുള്ളത്, അതും കൃത്യമായി തന്നിട്ടുണ്ട്. ദെൻ ലോൺ റിക്കവറി എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ ആണ്. അതും ആദ്യത്തെ 2 എംപ്ലോയീസിന് മാത്രമാണ് വരുന്നത്, അതും ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിയർനെസ് അലവൻസ്, ദാറ്റ് ഈസ് DA 80% ഓഫ് ബേസിക് പേ. ഈ ക്വസ്റ്റ്യനിലും ഏണിങ്സിൽ ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്. ബേസിക് പേയുടെ 80% ആണ് DA ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ പ്രൊഫഷണൽ ടാക്സ് വരുന്നുണ്ട്, PT. അതൊരു ഡിഡക്ഷൻ ആണ്. 2% ഓഫ് ഗ്രോസ് സാലറി. ഇപ്പോൾ ഗ്രോസ് സാലറി കണ്ട് അതിൻ്റെ 2% പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് നമ്മൾ ഡിഡക്ഷൻ കാണിക്കേണ്ടത്. ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട് 10% ഓഫ് ബേസിക് പേ പ്ലസ് DA. ഇതിലും പ്രൊവിഡൻറ്റ് ഫണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: ബേസിക് പേയും DAയും കൂട്ടി അതിൻ്റെ 10% ഓരോ എംപ്ലോയീസിനും വരുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട്. ദെൻ TDS 20% ഇഫ് ഗ്രോസ് പേ ഗ്രേറ്റർ ദാൻ 50,000, അതർവൈസ് 10%. ഇവിടെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് വരുന്നുണ്ട്. അത് ഗ്രോസ് പേനെ ബേസ് ചെയ്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗ്രോസ് പേ 50,000 കൂടുതലാണെങ്കിൽ ആ ഗ്രോസ് പേയുടെ 20% ടാക്സ് കൊടുക്കണം. ദെൻ 50,000 കുറവാണെങ്കിൽ, 50,000 50,000 കുറവോ ആണെങ്കിൽ ആ എംപ്ലോയിക്ക് വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 10% ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഓപ്പൺ ലിബർ ഓഫീസ് കാൽക്ക്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സബ് മെനു പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഹെഡിങ്ങുകളാണ് എൻ്റർ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 2, എൻ്റർ ഹെഡിങ്സ് ഇൻ സെൽ A1 ആൻഡ് A2. A1 PQR ലിമിറ്റഡ് എന്നും A2 പേറോൾ ഫോർ ദ മന്ത് ഓഫ് നവംബർ 2020 എന്നും രേഖപ്പെടുത്തണം. ഇപ്പോൾ താഴെയുള്ള ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. A1 PQR ലിമിറ്റഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. A2 പേറോളിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഇത് മെർജ് ചെയ്ത് സെൻറ്റർ ചെയ്തതാണ്. അത് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഈ പേറോളിൽ ആവശ്യമായിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുക്കണം. ഹെഡിങ്ങുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ടത് ആദ്യം എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസിനുള്ള ഹെഡിങ് വരണം. അതിനുശേഷം ഏണിങ്സിൻ്റെ ഹെഡിങ് ആണ്. ദെൻ ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഡിഡക്ഷൻസിൻ്റെ ഹെഡിങ് വരണം. അത് ടോട്ടൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോളം ഹെഡിങ്ങുകൾ വരുന്നത് A3 മുതൽ ആണ് തുടങ്ങുന്നത്. A3 കൊടുത്തിട്ടുള്ളത് എംപ്ലോയി നമ്പറും അതിനുശേഷം നെയിം ഓഫ് എംപ്ലോയി, ഇത്രയും ഡീറ്റെയിൽസ് ആണ് എംപ്ലോയി ഡീറ്റെയിൽസിൽ വരുന്നത്. അതിനുശേഷം ഏണിങ്സ് ആണ് കൊടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏണിങ്സ് ആണ് ബേസിക് പേ. ബേസിക് പേ കൊടുത്തു. അതിനുശേഷം DA ആണ് കൊടുക്കേണ്ടത്. DA കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഗ്രേഡ് പേ ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്, അത് എൻട്രി ചെയ്തിട്ടുണ്ട്. ദെൻ ട്രാവലിംഗ് അലവൻസും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ എൻട്രി ചെയ്തു. ദെൻ അതിനുശേഷം ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പ്രൊഫഷണൽ ടാക്സ്, PF, TDS, ലോൺ റിക്കവറി, 4 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. പ്രൊഫഷണൽ ടാക്സ്, PF, TDS, ലോൺ റിക്കവറി, അതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ ഡിഡക്ഷൻ. അത് കഴിഞ്ഞ് നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹെഡിങ്ങുകളാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലൂടെ കൊടുക്കുന്നത്. എൻ്റർ കോളം ഹെഡിങ്സ്. എംപ്ലോയി നമ്പർ മുതൽ നെറ്റ് പേ വരെയുള്ള കാര്യങ്ങളാണ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. സെൽ A3 to M3. A3 ഹെഡിങ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി M3 വരെയാണ് കോളം ഹെഡിങ്ങുകൾ വരുന്നത്. അതിനുശേഷം എൻ്റർ ഗിവൺ ഡാറ്റ ഇൻ ദ റെസ്പെക്റ്റീവ് സെൽസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ അതുപോലെ എൻ്റർ ചെയ്യണം. അതിൽ വരുന്നതാണ് എംപ്ലോയി നമ്പർ, നെയിം ഓഫ് എംപ്ലോയി, ബേസിക് പേ, ഗ്രേഡ് പേ, DA, ലോൺ റിക്കവറി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, സെല്ലുകളിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. ദെൻ അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വരുന്നത്.
എൻ്റർ ഫോർമുല ഇൻ റെസ്പെക്റ്റീവ് സെൽസ്. ഇപ്പോൾ താഴെ അതിൻ്റെ ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി എ ആണ്. ഡി എ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് D4ലാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡി എ D4ലാണ് എൻ്റർ ചെയ്യേണ്ടത്. എൻ്റെ ഇക്വേഷൻ എന്താണ്? ബേസിക് പേയുടെ 80%. ബേസിക് പേ ആണ് C4ൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. C4ൽ 30,000 ആണ് ബേസിക് പേ. ആ ബേസിക് പേയുടെ 80% ആണ് D4ൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുശേഷം ഗ്രേഡ് പേയും ടിയും ആൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രോസ് പേ ആണ്. ഗ്രോസ് പേ എന്ന് പറയുമ്പോൾ ഏണിങ്സിൻ്റെ ടോട്ടലാണ്. 4 സെല്ലിലുള്ള ഏണിങ്സ് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ G4ലാണ് ടോട്ടൽ ചെയ്യേണ്ടത്. അതിനുള്ള ഫംഗ്ഷൻ സം ആണ്. ഇസ് ടു സം C4 to F4. C4ൽ ബേസിക് പേ വരുന്നുണ്ട്. അത് മുതൽ TA വരെയുള്ള സെല്ലുകളിലെ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്താണ് ഗ്രോസ് പേ എന്ന് പറയുന്ന സെല്ലിൽ കൊണ്ടുവരേണ്ടത്. അതിനുശേഷം പ്രൊഫഷണൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഗ്രോസ് പേയുടെ 2%. ഗ്രോസ് പേ വരുന്നത് G4ലാണ്. നോക്കാം, പ്രൊഫഷണൽ ടാക്സ് H4ലാണ് എഴുതേണ്ടത്. G4ൽ എഴുതിയ എമൗണ്ടിൻ്റെ 2% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ G4ൽ എഴുതിയ എമൗണ്ടിൻ്റെ 2% കാൽക്കുലേറ്റ് ചെയ്ത് H4 എന്ന് പറയുന്ന സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം PF ആണ്. PF ബേസിക് പേനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, ബേസിക് പേയും DAയും കൂട്ടി എഴുതി ആ ടോട്ടലിൻ്റെ 10% കണ്ടെത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ C4 + D4. അപ്പോൾ I4ലാണ് PFൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. C4ഉം D4ഉം ടോട്ടൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ബേസിക് പേയും DAയും കൂട്ടിയിട്ട് അതിൻ്റെ 10% കാണേണ്ടത്. ഇപ്പോൾ ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് PF കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം TDS ആണ് പറയുന്നത്. TDS ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇഫ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. J4ലാണ് TDS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രോസ് പേ. ഗ്രോസ് പേ 50,000-ൽ കൂടുതലാണെങ്കിൽ 20% ഇൻകം ടാക്സ് വരും. അതല്ലെങ്കിൽ 10% ഇൻകം ടാക്സ് വരും. എൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഇസ് ടു ഇഫ് G4ലെ എമൗണ്ട് ആണ് കമ്പയർ ചെയ്യേണ്ടത്. G4ലാണ് ഗ്രോസ് പേ വരുന്നത്. അപ്പോൾ G4ലെ എമൗണ്ട് 50,000-ൽ കൂടുതലാണെങ്കിൽ G4 ഗ്രേറ്റർ ദാൻ 50,000, അത് ട്രൂ ആണെങ്കിൽ G4 × 20%, 20% കാണണം. അത് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെങ്കിൽ G4 × 10%, G4ലെ ഗ്രോസ് പേനെ 10% കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ 10% ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ ലോൺ റിക്കവറി ആൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടോട്ടൽ ഡിഡക്ഷൻ 4 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ടോട്ടലാണ് ടോട്ടൽ ഡിഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. ഇസ് ടു സം H4 to K4. H4ലാണ് പ്രൊഫഷണൽ ടാക്സ് വരുന്നത്. ദെൻ I4, J4, K4. K4 വരെയുള്ള 4 സെല്ലുകളിലെ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ടാണ് ടോട്ടൽ ഡിഡക്ഷനിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ അതിനുശേഷം നെറ്റ് പേ. നെറ്റ് പേ എന്ന് പറയുമ്പോൾ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഗ്രോസ് പേ വരുന്നത് G4ലാണ്. G4ൽ നിന്ന് L4 മൈനസ് ചെയ്യണം. അതാണ് G4 - L4. നെറ്റ് പേയും കിട്ടി. പറയുമ്പോൾ ഒന്നാമത്തെ എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സെല്ലുകളിലുള്ള ഫോർമുല താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണം. സെലക്ട് സെൽ D4 ആൻഡ് ഡ്രാഗ് ഡൗൺ അപ് ടു ലാസ്റ്റ് റോ. അപ്പോൾ ആദ്യം DA ആണ് കോപ്പി ചെയ്യുന്നത്. D4 സെലക്ട് ചെയ്ത് DA മാത്രം കോപ്പി ചെയ്യണം. ഗ്രേഡ് പേയും ടിയും കോപ്പി ചെയ്യേണ്ടതില്ല, അത് ആൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രോസ് പേയും പ്രൊഫഷണൽ ടാക്സും PFും TDSും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. G4 to J6, G4 മുതൽ J6 വരെ സെലക്ട് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്താലും ആൻസർ കിട്ടും. അതിനുശേഷം L4ഉം M4ഉം ടോട്ടൽ ഡിഡക്ഷനും നെറ്റ് പേയും സെലക്ട് ചെയ്ത് അതും താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേറോൾ പ്രിപ്പറേഷൻ അവസാനിക്കും. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യണം. അപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഫോർമാറ്റാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ താഴെ ആൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. A1ൽ എൻട്രി ചെയ്യേണ്ടത് PQR ലിമിറ്റഡ്. ദെൻ A2ൽ പേറോൾ ഫോർ ദ മന്ത് ഓഫ്
നവംബർ 2020. അപ്പോൾ കമ്പനിയുടെ പേര് കൊടുത്തു, ദെൻ പേറോളിൻ്റെ ഹെഡിങ് കൊടുത്തു. ഇനി എന്ത് വേണം? കോളം ഹെഡിങ്ങുകൾ കൊടുക്കണം. ആദ്യത്തെ കോളം ഹെഡിങ് എംപ്ലോയി നമ്പർ, ദെൻ നെയിം, ബേസിക് പേ, DA, ദെൻ ഗ്രേഡ് പേ, ദെൻ ട്രാവലിംഗ് അലവൻസ്, ദെൻ ഗ്രോസ് പേ. ദെൻ അതിൽ നിന്ന് ഡിഡക്ഷൻസ് ആണ് പിന്നീട് എഴുതേണ്ടത്. പ്രൊഫഷണൽ ടാക്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, TDS, ലോൺ റിക്കവറി, ദെൻ ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് പേ. ഇത്രയും കാര്യങ്ങളാണ് ഹെഡിങ് വരേണ്ടത്. ദെൻ മെയിൻ ഹെഡിങ് ഒന്ന് സെൻറ്റർ ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ചെയ്ത് കൊടുക്കാം. ഒന്ന് ബോൾഡ് ചെയ്യാം. അതിനുശേഷം ബോർഡറുകൾ കൊടുക്കാം, ഓൾ ബോർഡേഴ്സ്. ഇതിൻ്റെ ഫോർമാറ്റ് ശരിയായിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? ഡാറ്റ എൻട്രി ചെയ്യണം. ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ 101, 102, 103. നെയിം പറഞ്ഞിട്ടുള്ളത് അർച്ചന, ദെൻ നസീം, ദെൻ ലുബ്ന. ബേസിക് പേ ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? 30,000, 20,000, 16,000. അതിനുശേഷം ഗ്രേഡ് പേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,500. ദെൻ TA പറയുന്നുണ്ട് 150, ഒന്നാമത്തെ എംപ്ലോയിക്ക് മാത്രമാണുള്ളത്. അതിനുശേഷം ലോൺ റിക്കവറി 3,000, 1,000. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റയും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി ആവശ്യമായിട്ടുള്ള ഫോർമുലകളാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം DA കാൽക്കുലേറ്റ് ചെയ്യണം. DA പറയുന്നത് ബേസിക് പേയുടെ 80% ഈക്വൽ ടു ബേസിക് പേയുടെ സെല്ല് C4 ആണ് ഇൻറ്റു 80%. DA കാൽക്കുലേറ്റ് ചെയ്തു, 24,000 കിട്ടിയിട്ടുണ്ട്. then അത് കഴിഞ്ഞാൽ ഗ്രോസ് പേ കാൽക്കുലേറ്റ് ചെയ്യാം. സം ഈ 4 സെല്ലുകളിലെ എമൗണ്ട് ആണ് ടോട്ടൽ ചെയ്യേണ്ടത്. വരുന്നത് C4 to F4, C4 മുതൽ F4 വരെയുള്ള സെല്ലുകളിലെ എമൗണ്ട് ടോട്ടൽ ചെയ്താലാണ് ഗ്രോസ് പേ കിട്ടുന്നത് 55,150. ദെൻ പ്രൊഫഷണൽ ടാക്സ് പറയുന്നത് 2% ഓഫ് ഗ്രോസ് സാലറി എന്ന് വരുമ്പോൾ സീക്വൽ ടു ഗ്രോസ് സാലറി വരുന്നത് G4ലാണ് ഇൻറ്റു 2%, 2% കാണുന്നത് 1,103. അതിനുശേഷം PF കാൽക്കുലേറ്റ് ചെയ്യണം. PF കണ്ടീഷൻ പറയുന്നത് ബേസിക് പേയും DAയും ടോട്ടൽ ചെയ്ത് അതിൻ്റെ 10% കാണണം. അങ്ങനെ വരുമ്പോൾ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് ബേസിക് പേയും DAയും ടോട്ടൽ ചെയ്യണം. C4 പ്ലസ് D4 അതിൻ്റെ 10%. C4 പ്ലസ് D4 ടോട്ടൽ ചെയ്ത് അതിൻ്റെ 10% കാണണം. 5,400 അതിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എമൗണ്ട് വരുന്നത്. അതിനുശേഷം TDS ആണ്. TDSന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 50,000-ൽ കൂടുതൽ ഗ്രോസ് പേ വരുന്നുണ്ടെങ്കിൽ 20% കൊടുക്കണം. 50,000-ൽ കുറവാണെങ്കിൽ 10% ടാക്സ് വരുന്നത്. ഇസ് ഈക്വൽ ടു ഇഫ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഏത് സെല്ലാണ്? ഗ്രോസ് പേയുടെ സെല്ലാണ് എന്ന് പറയുമ്പോൾ G4 ആണ്. ഗ്രേറ്റർ ദാൻ 50,000. അങ്ങനെ 50,000-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ 50,000-ൽ കൂടുതലില്ലെങ്കിലോ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ G4 ഇൻറ്റു 10% ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ കൊടുത്തത് ഇങ്ങനെയാണ്. G4-ൽ 50,000-ൽ കൂടുതലാണെങ്കിൽ 20% കാൽക്കുലേറ്റ് ചെയ്യണം.
അതല്ലെങ്കിൽ 10% കാൽക്കുലേറ്റ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്യാം. 11,030 ആൻസർ കിട്ടിയിട്ടുള്ളത്. ദെൻ ടോട്ടൽ ഡിഡക്ഷൻ ഇസ് ഈക്വൽ ടു സം ഇൻ ബ്രാക്കറ്റ് പ്രൊഫഷണൽ ടാക്സ് മുതൽ ലോൺ റിക്കവറി വരെ എന്ന് പറയുമ്പോൾ H4 ടു K4 സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടും. അതിനുശേഷം ചെയ്യേണ്ടതാണ് നെറ്റ് പേ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് പേ എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ G4 മൈനസ് L4. 34,617 ഒന്നാമത്തെ എംപ്ലോയിയുടെ നെറ്റ് പേ വരുന്നത്. ഇനി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും താഴേക്ക് കോപ്പി ചെയ്യണം. ആദ്യം DA സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തു. ദെൻ അടുത്തടുത്ത് വരുന്ന സെല്ലുകളാണെങ്കിൽ അത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. TA കോപ്പി ചെയ്യേണ്ടതില്ല. ഗ്രോസ് പേ മുതൽ TDS വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ഡൗൺ ചെയ്യാം. ദെൻ റിക്കവറി വേണ്ട, ടോട്ടൽ ഡിഡക്ഷൻ കോപ്പി ചെയ്യണം. നെറ്റ് പേയും കോപ്പി ചെയ്യണം. അപ്പോൾ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡ്രാഗ് ഡൗൺ ചെയ്തു. 22,464 മൂന്നാമത്തെ എംപ്ലോയിയുടെ നെറ്റ് പേ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം ഈ ഓരോ എമൗണ്ട് കോളങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇസ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ ആ 3 സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ സെല്ലിലുള്ള ഫോർമുല മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെല്ലുകളിലും നമുക്കതിൻ്റെ ടോട്ടൽ കിട്ടും. ദെൻ ഇവിടെ ആദ്യത്തെ ഈ പാർട്ട് എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം വരുന്ന ഇത്രയും ഏരിയ ഏണിങ്സ് ആണ്. ഏണിങ്സിൻ്റെ ടോട്ടലിനെയാണ് ഗ്രോസ് പേ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന 4 ഡിഡക്ഷൻസ് ആണ്. അത് കഴിഞ്ഞ് ഡിഡക്ഷൻ്റെ ടോട്ടൽ വരുന്നുണ്ട്. ഏറ്റവും അവസാനം നെറ്റ് പേ. ഇതാണ് എംപ്ലോയിക്ക് നവംബർ മാസത്തിൽ ഓരോ എംപ്ലോയീസിനും കിട്ടുന്ന എമൗണ്ടുകൾ. ആകെ കൊടുക്കുന്ന എമൗണ്ടാണ് 84,601. 3 പേർക്കും കൂടി ആകെ കൊടുക്കുന്ന എമൗണ്ട്. അപ്പോൾ എങ്ങനെയാണ് പേറോള് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം അസറ്റ് അക്കൗണ്ടിങ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ.